അപ്പോൾ ഇനി നമ്മൾ പാലക്കാട്ടേക്ക് പോവാണ്. ചിറ്റൂരിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു 14-കാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ്. ലക്ഷ്മണനാണ് മരിച്ചത്. ഇരട്ട സഹോദരന്മാരാണ്. ഈ രാമനെയും, അതായത് മറ്റൊരു സഹോദരനായ രാമനെ കാണാനില്ല. അവിടെ തെരച്ചിൽ തുടരുകയാണെന്നാണ് വിവരം. നമുക്കൊപ്പം ഈ പറയുന്ന ചിറ്റൂരിൽ നിന്ന് ഐഷുത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചിറ്റൂരിലെ കാശി വിശ്വനാഥൻ്റെ മക്കളായ രാമനെയും ലക്ഷ്മണനെയുമാണ് ഇന്നലെ മുതൽ കാണാതായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷംന ചേരുകയാണ്. ഷംന, തെരച്ചിലിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ഷംന, അവിടെ തെരച്ചിൽ നടക്കുന്നു, നമ്മൾ മനസ്സിലായി. അവിടെ ജനങ്ങളും കൂടിയിട്ടുണ്ട്. ഈ തെരച്ചിലിൻ്റെ ഫലമായി ആരെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? നമുക്കും വല്ലാത്ത ഉത്കണ്ഠയുണ്ട്. കാര്യം ഒരു വീട്ടിലെ തന്നെ ഇരട്ട സഹോദരന്മാരെയാണ് കാണാതായത്. അതിലൊരു കുട്ടി മരിച്ചുവെന്ന് വിവരം ലഭിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കുട്ടികളെ കാണാതാകുന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ നടത്തിയ തെരച്ചിലാണ് ആദ്യം തന്നെ ഈ സഹോദരനായ ലക്ഷ്മണന്റെ ബോഡി കണ്ടെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ രാമന്റെ ബോഡിയും കണ്ടെടുത്തു. രണ്ട് കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ അടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ സാധാരണഗതിയിൽ ഈ ക്ഷേത്രകുളത്തിൽ കുട്ടികൾ എത്താറുള്ളതായിരുന്നു. ഇന്നലെയും അതുപോലെ നീന്താൻ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടന്ന് 14 വയസ്സുകാരനായ ലക്ഷ്മണനെ ആദ്യം കണ്ടെത്തി. ഇപ്പോൾ രാമന്റെ ശരീരവും കണ്ടെത്തിയിരിക്കുന്നു. രണ്ടുപേരും ഈ കുളത്തിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വളരെ സങ്കടകരമായ വാർത്തയാണ്. ഇന്നലെ മുതലാണ് ചിറ്റൂരിലെ കാശി വിശ്വനാഥൻ്റെ മക്കളായ രാമനെയും ലക്ഷ്മണനെയും കാണാതായത്. ആദ്യം ലക്ഷ്മണൻ്റെ ബോഡിയാണ് കണ്ടത്. ഇപ്പോൾ രാമൻ്റെ ബോഡിയും കണ്ടെടുത്തു അന്വേഷണ സംഘം. അപ്പോൾ എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് പാലക്കാട്ടെ ചിറ്റൂരിൽ നിന്ന് വരുന്നത്. കാശി വിശ്വനാഥൻ്റെ ഇരട്ട സഹോദരങ്ങളായ മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ തിരക്കി ഇന്നലെ മുതൽ നാടെങ്ങും അന്വേഷണം നടത്തുകയായിരുന്നു. അവസാനമാണ് ഈ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ ആദ്യം ലക്ഷ്മണനെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ രാമൻ്റെ ബോഡിയും കണ്ടെടുത്തു. രണ്ട് കുട്ടികളും കാശിക്ക് നഷ്ടമായി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. രണ്ട് കുട്ടികൾ ഇവരെയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. എങ്ങനെയാണ് ഇവർ ഈ കുളത്തിൽ പെട്ടുപോയത് എന്ന് നമുക്കറിയില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ പറയുന്ന ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെ, കരയിൽ തന്നെ നമ്മുടെ പ്രതിനിധി ഐഷുത്തുൽ ഷംനയുണ്ട്. ഷംന പറയും. ഷംന, ശരിക്കും ഇവർക്ക് രണ്ട് മക്കൾ, ഈ ട്വിൻസായ രണ്ട് മക്കൾ മാത്രമാണോ ഉള്ളത്? എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഈ രണ്ട് മക്കൾ മാത്രമാണ് ഇവർക്കുള്ളത്. പിന്നീട് ഈ കുട്ടികൾ സാധാരണഗതിയിൽ വൈകിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടായിരുന്നു എന്നാണ് ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തുന്നതായിരുന്നു. ഇന്നലെ അങ്ങനെ എത്തിയില്ല. അതേ തുടർന്നാണ് തിരിച്ചൽ നടത്തുന്നത്. ഒപ്പം തന്നെ പോലീസിൽ പരാതി നൽകുന്നു, കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകുന്നതൊക്കെ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ ഇരുവരുടെയും മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. രാവിലെ ആദ്യം ഈ തെരച്ചിൽ വലിയൊരു ക്ഷേത്രകുളമാണ്. ഇവിടെ നിന്നാണ് ആദ്യം ലക്ഷ്മണന്റെ ശരീരം കണ്ടെടുത്തത്. അതിനുശേഷം ഈ സമീപത്ത് തന്നെ വണ്ടി ഉണ്ടായിരുന്നു, കുട്ടികൾ ഇരുവരും വന്ന വണ്ടി ഉണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെ രണ്ടുപേരും, രാമൻ കൂടി, ഇരട്ട സഹോദരൻ കൂടി ഈ കുളത്തിൽ തന്നെ ഉണ്ടാകുമെന്നൊരു നിഗമനത്തിൽ ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പിന്നീട് തെരച്ചിൽ നടത്തിയത്. പോലീസും ഫയർഫോഴ്സും ഒപ്പം സ്കൂബ ടീമും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇരുവരുടെയും ശരീരം കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ കുട്ടികളുടെ ശരീരം ഇപ്പോൾ താലൂക്ക് ജില്ലാ ആശുപത്രിയിലേക്ക്, ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഈ നാടുള്ളത്. ഈ രണ്ട് കുട്ടികൾ, ഇരട്ട സഹോദരങ്ങൾ ഒരുമിച്ച് ഈ ക്ഷേത്രകുളത്തിൽ വെച്ച് അപകടം സംഭവിക്കുന്നു. ആ സമയത്ത് മറ്റാരും പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാർ ഇവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിക്കാം. ചേട്ടാ, എപ്പോഴാ സംഭവം ഉണ്ടായി? എന്തെങ്കിലും ക്ലിയറായിട്ട് അറിയില്ല. ചേട്ടാ, ഇവരെ അറിയുന്നതാണോ ഈ കുട്ടികളെ? ഞാൻ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്. ഇവിടെ അവർ ഇന്നലെ വൈകുന്നേരം ഒരു 5:30 മണി കഴിഞ്ഞിട്ട് അവരുടെ ഒരു അച്ഛനൊരു 2 വീലറുണ്ട്, അതെടുത്തിട്ട് പോയതാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ രാത്രി ഇവിടെയൊക്കെ അന്വേഷിച്ചിരുന്നു. ഇവരെ കുട്ടികളെ തിരിച്ചു വരാതായപ്പോൾ ഇവിടെ എല്ലാവരും പാലക്കാട് അടക്കം പോയിട്ട് അന്വേഷിച്ചിരുന്നു. ഒരു പിടിയും കിട്ടിയില്ല.
അപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ ഈ കടവിൽ കുളിക്കാൻ വന്ന ചില സ്ത്രീകൾ ഒരു കുട്ടിയുടെ ബോഡി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടപ്പോൾ കൗൺസിലറെ അറിയിച്ചു. ഇത് ഈ വാർഡ് കൗൺസിലറാണ് അച്യുതാനന്ദൻ അറിയിച്ചു. അങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത്. പിന്നീട് ഇപ്പോൾ ഫയർഫോഴ്സ് എല്ലാവരും വന്ന് തപ്പിയിട്ടാണ് മറ്റേ കുട്ടിയുടെ ബോഡി കൂടി കണ്ടുപിടിച്ചത്. 2 കുട്ടികളെ ട്വിൻസാണ്, ലക്ഷ്മണൻ രാമലക്ഷ്മണന്മാർ. ആ ലക്ഷ്മണൻ എന്നുള്ള കുട്ടിയാണ് ആദ്യം കിട്ടിയത്, മറ്റേ ആളിപ്പോൾ കിട്ടി. അവരെന്തിനാണ് വന്നത്? സമയത്ത് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വാർഡ് കൗൺസിലറാണ്. ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ അപ്പുറത്തും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണിപ്പോൾ ഉണ്ടായത്. നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ കുട്ടികൾക്ക് നീന്താൻ അറിയില്ല എന്ന് തോന്നുന്നു. അതെ 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 അതെ. കുളവും പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി ഇവിടെ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ആക്റ്റീവായിട്ടുള്ളൊരു കടവ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത തന്നെയാണ്. ഇപ്പോൾ ഈ കുട്ടികൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് നമുക്കറിയില്ല. കുട്ടികൾ പോവാറുണ്ട് എന്നാണ് അത് എപ്പോഴാണ് അറിയുന്നത് സംഭവം. മീൻ പിടിക്കാൻ പോവാറുണ്ട് എന്നുള്ളത്. പക്ഷേ കുട്ടികളിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ, എങ്ങനെ അതിൻ്റെ ഉള്ളിൽ പെട്ടു എന്ന് പോലും. അതാണ് സ്കാൻ ഇരുവർക്കും ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. സാധാരണഗതിയിൽ ഇത് ആളുകൾ വരുന്നതും നീന്തൽ പരിശീലനം അടക്കം നടക്കുന്ന ഒരു കുളം തന്നെയാണ്, ക്ഷേത്രക്കുളം തന്നെയാണ്. അവിടെയാണ് ഈ കുട്ടികൾ എത്തിയത്. മീൻ പിടിക്കാൻ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സമയത്ത് കാൽ വഴുതിയതാണോ എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും ഇന്നലെ ഈ സമീപത്തുൾപ്പെടെ ഈ കുളത്തിൻ്റെ മറ്റ് 2 വശങ്ങളിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ വരെ വീട്ടുകാർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുട്ടികൾ അല്പം മാറിയായിരുന്നു ഈ വാഹനം നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തുടർന്ന് ഇന്ന് കുളിക്കാൻ വന്ന സ്ത്രീകളാണ് ഈ ഒരു കുട്ടിയുടെ ലക്ഷ്മണന്റെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത്. പിന്നീട് നാട്ടുകാരെയും ഒപ്പം കൗൺസിലറെയൊക്കെ വിവരം അറിയിച്ച് ഈ ഫയർഫോഴ്സും സംഘവും എത്തി നടത്തിയ തെരച്ചിലാണ് 2 പേരെയും കണ്ടെടുക്കാനായത്. എന്തായാലും ഇപ്പോൾ ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഒരു ദുഃഖത്തിൽ, കാരണം 2 ഇരട്ട സഹോദരന്മാർ ഒന്നിച്ച് ഒരു അപകടത്തിൽ പെടുന്നു. അത് അത്രയും ദുഃഖത്തിലാണ് ഇപ്പോൾ ഈ നാടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.